മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച UDF പ്രവർത്തകർ ഇന്ന് കളക്ട്രേറ്റ് വളയും. ടി സിദ്ദിഖ് MLA യുടെ രാപ്പകൽ സമരത്തിന്റെ തുടർച്ചയായാണ് പ്രതിഷേധം നടക്കുക. വിശദാംശങ്ങളുമായി അഖില CP ചേരുന്നുണ്ട് കളക്ട്രേറ്റിന് മുന്നിൽ നിന്നും. അഖില, ഗുഡ് മോർണിംഗ്. ഈ രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി, പ്രതിഷേധങ്ങളുടെ ഭാഗമായി ഇതാ കളക്ട്രേറ്റ് വളയൽ നടക്കുകയാണ്. വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് ഇവരുടെ പ്രതിഷേധം ആരംഭിക്കുക? വിവരങ്ങൾ എന്തൊക്കെയാണ് അഖില? മോത്തി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് വയനാട് കളക്ടറേറ്റിൻ്റെ മുന്നിലാണ്. ഏകദേശം 100ഓളം UDF പ്രവർത്തകർ ഇപ്പോൾ സമരമിരിക്കുകയാണ്. അതായത് ഇന്നലെ ഏകദേശം വൈകുന്നേരം 3 മണിയോടെ തുടങ്ങിയ രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 10 മണിയോടെ കളക്ടറേറ്റിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിത്തുടങ്ങും. ആ സമയത്താണ് അതായത് കളക്ടറേറ്റ് വളയുന്നത്. അതായത് ഉദ്യോഗസ്ഥരെ ആരും കളക്ടറേറ്റിനകത്തേക്ക് കയറ്റി വിടില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് UDF പ്രവർത്തകർ. അതിനോടൊപ്പം തന്നെ ഇത് പറഞ്ഞതുപോലെ ഈ പുനരധിവസിപ്പിക്കാത്ത ദുരിതബാധിതരെ സർക്കാർ വഞ്ചിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉൾപ്പെടെ വഞ്ചിക്കുകയാണ് എന്നാണ് ഇപ്പോൾ UDF പ്രവർത്തകർ ആരോപിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ജനങ്ങളെ ഇരുട്ടിൽ നിർത്താൻ, ദുരിതബാധിതരെ ഇരുട്ടിൽ നിർത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടെ UDF പ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊപ്പം ടി സിദ്ദിഖ് MLA ചേരുന്നു. MLA ഇപ്പോൾ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് കറക്റ്റ് 7 മാസം തികയാണ് ദുരിതമുണ്ടായിട്ട്. ഇപ്പോഴും ജനങ്ങളെ പുനരധിവസിപ്പിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു ഗുരുതര പിഴവ് അല്ലേ? ഒന്ന്, യഥാർത്ഥത്തിൽ ഈ പുനരധിവാസം പൂർത്തീകരിക്കപ്പെടാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാരാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് നിങ്ങൾ നോക്കിയേ. ദുരന്തം ജൂലൈ 30-ാം തീയതി പുലർച്ചെ അപകടമുണ്ടായി, ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിന് ശേഷം 1 മാസക്കാലത്തിനിടയ്ക്ക് സ്പോൺസേഴ്സ് മുഴുവൻ സ്പോൺസർ ചെയ്തു. ഞങ്ങൾ ഇത്ര വീട് തരാം, ഇന്ന കാര്യങ്ങൾ ചെയ്യാം. സത്യത്തിൽ സർക്കാർ അവരെ ഭൂമി എടുക്കാനും അവരെ പുനരധിവസിപ്പിക്കാനുള്ള വീടുകൾ നിർമ്മിക്കാനും സർക്കാർ അനുവാദം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് 7-ാമത്തെ മാസം മുഴുവൻ ദുരന്തബാധിതരും വീട്ടിലാകുമായിരുന്നു. അന്ന് സർക്കാർ പറഞ്ഞു പുനരധിവാസം ഞങ്ങൾ നടത്തും. 2 ടൗൺഷിപ്പ് അന്താരാഷ്ട്ര നിലവാരം എന്ന് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായി സ്പോൺസേഴ്സ് പുറകോട്ട് പോയി. ആ പുറകോട്ട് പോക്കാണ് ഇതിന്റെ യഥാർത്ഥ കാരണം. ആരാണ് ഇതിന്റെ ഉത്തരവാദി? അന്ന് സർക്കാർ സ്ഥലം കൊടുക്കാൻ, മറ്റ് നടപടികൾക്ക് സഹായിക്കാൻ ഞങ്ങളുണ്ട്, നിങ്ങൾ അതിൻ്റെ വീടുമായി മുന്നോട്ട് പോയിക്കോ എന്ന് സ്പോൺസേഴ്സിനോട് പറഞ്ഞാൽ ഈ ദുരന്തബാധിതർക്ക് മുഴുവൻ ഇവിടെ വീടുണ്ടാവുകയും. വീടില്ലാതായി പോയതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സർക്കാരിനാണ്. ഒരു പ്രാഥമികമായിട്ടുള്ള ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ ഇതുവരെ ആരൊക്കെയാണ് ദുരന്തബാധിതർ, ആ ലിസ്റ്റ് പോലും പൂർത്തീകരിക്കാൻ ഇവർക്ക് ഇതുവരെ സാധിച്ചില്ല. വലിയ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപമാണ്. തുടർ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതായിരിക്കുന്ന തുക കേവലം 5 ലക്ഷം മാത്രമാണ്. ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഷുഹൈബിൻ്റെയും ഒക്കെ, അരിയിൽ ഷുക്കൂറിൻ്റെയൊക്കെ കേസിൽ കുറ്റവാളികളായ പ്രതികളെ, ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി കേരള ഖജനാവിൽ നിന്ന് ചെലവഴിക്കുന്ന തുക 2.5 കോടി 3 കോടി രൂപയാണ്. ആ സമയത്ത് ഇവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി പറ്റിയവർ, ഇവിടെ വെയിൻ പൊട്ടിയവർ, പ്ലാസ്റ്റിക് സർജറി വേണ്ടവർ, കാർഡിയാക് സംബന്ധമായ അസുഖമുള്ളവർ, ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ടി ചികിത്സിക്കാൻ മാറ്റിവെച്ച തുക ഇതാണ്. അതിന്റെ ഓർഡർ പോലും പ്രോപ്പറായി പുറത്തിറങ്ങിയിട്ടില്ല. കാര്യങ്ങളുണ്ട്. 7 മാസമായിട്ടും പുനരധിവാസം എങ്ങും എത്തിയില്ല എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്.